ബഹുമാനപ്പെട്ട പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ സുധാകരൻ, ഉദ്ഘാടകൻ ശ്രീ പി സി വിഷ്ണുനാഥ് MLA, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ SS ലാൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ജീവിതത്തിലെ ചില നിയോഗങ്ങളിൽ ഒന്നായും കരുതുന്നു. ശ്രീനാരായണ ഗുരുവിനെ ചെറുപ്പം മുതൽ വായിച്ചിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും നന്നായി പൂർണ്ണമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരറ്റത്തെങ്കിലും ചെന്ന് നിന്ന് അറിയാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അപ്പൂപ്പനാണ്. ശ്രീനാരായണ ഗുരു കൃതികൾക്ക് ഭാഷ്യമെഴുതിയ പ്രൊഫസർ G. ബാലകൃഷ്ണൻ നായർ എന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട അപ്പൂപ്പനെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അതൊരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ശുചിത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വേദിയിലുള്ള 2 സ്ത്രീകളിൽ ഒരാളാണ്. ശുചിത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ശുചിത്വം മിക്കപ്പോഴും സ്ത്രീയുടെ ഒരു ബാധ്യതയായിട്ടാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് എപ്പോഴും കണ്ടുവരാറുള്ളത്. 2 ദിവസം വീട്ടിലെ സ്ത്രീ അവിടെ ഇല്ലെങ്കിൽ കുമിഞ്ഞുകൂടുന്ന തുണികൾ, ചിലപ്പോൾ മടക്കി വയ്ക്കാത്ത ബെഡ്ഷീറ്റുകൾ, അടുക്കളയിലെ കഴുകാത്ത പാത്രങ്ങൾ, അടിച്ചു വാരാത്ത വീട്, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ തിരിച്ചു ചെല്ലുമ്പം കാണുക. അതുപോലെ ഒരു ദിവസം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിമാർ വന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആധുനികതയുടെ കാലത്തും ശുചിത്വത്തിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമാക്കി നിർത്തുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ശുചിത്വം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം സ്ത്രീക്ക് വളരെ പിന്നീടാണ് കിട്ടിയത് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ജനറ്റിക്കൽ മോഡായിട്ട് തന്നെ സ്ത്രീകളുടേതായ ഒരു കർത്തവ്യമായിട്ട് എത്രയോ കാലം മുമ്പ് തന്നെ നമ്മൾ സ്വീകരിക്കപ്പെട്ടതാണ്. ശുചിത്വത്തിൽ നിന്ന് ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ, ശുചിത്വം നമുക്കറിയാം നമ്മുടെ പൊതു മേഖലയിൽ ഇപ്പോൾ കുടുംബശ്രീയുടെ ആൾക്കാർ അല്ലെങ്കിൽ ഹരിതകർമ്മ സേനക്കാരൊക്കെ 1-2 ദിവസം ഓണത്തിന് അവരൊരു റെസ്റ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും എന്ത് സംഭവിക്കുമെന്ന്. അതുവഴി ഉണ്ടാകുന്ന സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന, ഇപ്പം ഒരു സ്ത്രീ വീട്ടിലില്ലാത്തതുപോലെ തന്നെയാണ് പൊതുസമൂഹത്തിലും സ്ത്രീകളില്ലാതെ വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന മലിനീകരണം. അതുവഴി പിന്നെ കൊതുകിൻ്റേത് അല്ലെങ്കിൽ എലികളുടേത് അങ്ങനെ ഒരു ചങ്ങല പോലെ പോവുകയും രോഗാവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് നമ്മൾ ഏറ്റവും കണ്ടതാണ് കോവിഡ് കാലത്ത്. എത്രമാത്രമാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളിലും സ്ത്രീകൾ ശ്രദ്ധ പതിപ്പിക്കുകയും കോവിഡ് കാലത്ത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ശുചിത്വത്തിൻ്റെ കൈ കഴുകുന്നത് പഠിപ്പിക്കുന്നത് മുതൽ, സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് പഠിപ്പിക്കുന്നത് മുതൽ, മാസ്ക് ഇടുന്നത് പഠിപ്പിക്കുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും അന്ന് സ്ത്രീകൾ ചെയ്ത പ്രവർത്തനം നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ, കോവിഡ് കാലത്തെ ഒരു പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചെന്നുള്ള നിലയിൽ എനിക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ, അംഗൻവാടി പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകരൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയാണ് നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന്. നമ്മുടെ ആശാ വർക്കർമാർ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഗർഭിണിയായ സ്ത്രീകളെ, വൃദ്ധരായ സ്ത്രീകളെ, കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യത്തെക്കുറിച്ചും അവരുടെ ഈ മാനസികമായ തലത്തിൽ പോലും അവരെ ഒരു സുരക്ഷിതത്വത്തിലേക്ക് നയിക്കുന്നതിന് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ വലിയ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നാനാ മേഖലകളിലും നമ്മുടെ സ്ത്രീകൾ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് വേറെ ആരും ഇവിടെ പറയാനില്ലാത്തത് കൊണ്ട് ആ പോയിന്റ് ആണ് പറയുന്നത്,
സ്ത്രീകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ വലിയ തോതിൽ തന്നെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമ്മളറിയാം കേരള മോഡലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ കേരള മോഡലിൽ വരുന്നത് പോലെ തന്നെ നമ്മുടെ നേഴ്സിങ്ങിന് ലോകമാസകലം നേഴ്സിംഗ് രംഗത്ത് ആതുര സേവന രംഗത്തുള്ള ശുശ്രൂഷകരായ നമ്മുടെ നേഴ്സുമാരെക്കുറിച്ച് ലോകം മുഴുവൻ ഏറ്റവും അവർ എത്രമാത്രം പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നും അവരെ എത്രമാത്രം അപ്രീസിയേഷനോടുകൂടിയാണ് കാണുന്നതെന്നും ഇപ്പം ലാലിനെ പോലെയുള്ളവരൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ആധുനിക കാലത്ത് നമ്മുടെ ചുറ്റും ഇപ്പം നേരത്തെ മിക്സിയെക്കുറിച്ചും പിന്നെ വാഷിംഗ് മെഷീനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾ വീടുകളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനനുസരിച്ചുള്ള അവരുടെ മാനസിക ആരോഗ്യത്തിനുള്ള അവർക്ക് കിട്ടുന്നുണ്ടോ, ആ മാനസിക ആരോഗ്യത്തെപ്പറ്റി സ്ത്രീകളെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കോവിഡ് കാലത്ത് സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും അവർ ചെയ്യേണ്ടി വരുന്ന ഇരട്ടി ഭാരത്തെക്കുറിച്ചും ആരോഗ്യ മേഖലയിലൊക്കെ അവർക്ക് വീട്ടിനുള്ളിലും പുറത്തും അവർ ചെയ്യേണ്ടി വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചില ചെറിയ ചിന്തകൾ വന്നെങ്കിലും കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം മറക്കുകയും അത് നമ്മൾ സാധാരണ പോലെ എടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആധുനിക കാലത്ത് കോവിഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന വളരെയേറെ വെല്ലുവിളികൾ പല തരങ്ങളിലും ഉയർന്നു വന്നതായി പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളും നടത്തിയ പഠനങ്ങളിൽ മാനസികമായും ആരോഗ്യപരമായി ശാരീരിക ആരോഗ്യപരമായും ഒക്കെ പുതിയ രീതിയിൽ ജീവിക്കേണ്ട, നേരത്തെ ലാലി പറഞ്ഞതുപോലെ ഭക്ഷണശീലം തന്നെ മാറ്റിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളാണ് മുന്നിലുള്ളതെന്ന് പല പഠനങ്ങളും വായിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വീട്, ആ വീട്ടിലുള്ള സ്ത്രീ, അതുപോലെ തന്നെ നമ്മുടെ നാട്, അവിടെയുള്ള സ്ത്രീകൾ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഇവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രമാത്രമാണ് നമ്മുടെ ആരോഗ്യ പ്രതിസന്ധികളെ നേരിടാൻ നമ്മളെ സഹായിച്ചത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പുതിയ കാലത്ത് പല നമ്മളറിയാം, നമ്മളിപ്പോൾ ഏറ്റവും പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വന്ന് നിൽക്കുകയാണ്. ഒരു വിരൽ തുമ്പിൽ ജീവിതം എത്ര എളുപ്പം മാറി മറിയുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ രംഗം മാറി മറിയുകയാണ്. ആരോഗ്യരംഗത്ത് ഇനി എന്താണ് സംഭവിക്കുന്നത് ഒരു വർഷമോ 5 വർഷമോ എന്ന് എനിക്കറിയില്ല. ആ മേഖലയിൽ നമ്മൾ എന്തൊക്കെ പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നതിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്തായി മാറി മറിയും എന്നറിയില്ല. എങ്കിൽ പോലും നമുക്ക് എല്ലാത്തിനും അപ്പുറം പണ്ട് ഗുരു പറഞ്ഞതുപോലെ നമ്മൾ അവനവനെ തിരിച്ചറിയാനും പ്രകൃതിയുമായുള്ള നമ്മുടെ കണക്ഷൻസ് അല്ലെങ്കിൽ പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം വിച്ഛേദിക്കപ്പെടാതെ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആരോഗ്യം നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഏത് നവീന സാങ്കേതിക വിദ്യ നമ്മുടെക്ക് പുതിയ ജീവിതം വാഗ്ദാനം ചെയ്യുമ്പോഴും നമുക്ക് തിരിച്ചു പോകാൻ നമുക്ക് സ്നേഹം വേണം, നമുക്ക് തിരിച്ചു പോകാൻ നമ്മുടെ സുഹൃത്തുക്കൾ വേണം, അല്ലെ ബന്ധുക്കൾ വേണം, അവരോടുള്ള സ്നേഹഭാഷണങ്ങൾ വേണം, ദൃഢമായ ബന്ധങ്ങൾ വേണം. അതിനൊപ്പം തന്നെ നമ്മളുടെ ഒരു നല്ല സമൂഹം എന്ന നിലയിൽ ആ ശുചിത്വത്തിൻ്റേതാണെങ്കിലും മാനസിക ശുചിത്വത്തിൻ്റേതാണെങ്കിലും മാനസിക ശുചിത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മുടെ സോഷ്യൽ മീഡിയ എത്രമാത്രം മാനസിക ശുചിത്വമില്ലാത്തവരാണ് നമ്മുടെ ചുറ്റുമെന്നുള്ളത് ഓരോ ദിവസവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരം പല തലങ്ങളിൽ ആധുനിക കാലത്ത് നമ്മുടെ ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ ശരിക്കും ഓരോ കാലത്തും ഓരോരോ സംഘർഷങ്ങളിൽ കൂടി ഓരോരോ പ്രതിസന്ധിക്കുള്ളുകളിൽ കൂടിയാണ് പോകുന്നത്. ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ശാരീരിക പ്രതിസന്ധികൾക്കൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന പല പ്രതിസന്ധികൾ, മാനസിക പ്രതിസന്ധികൾ, അതിനെയും കൂടി നേരിടാനും അതിനെയും കൂടി പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ ഇത്തരം ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. വളരെ കുറച്ച് സമയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഗുരുദേവന് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.